ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 25. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെടുന്ന 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരുവാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ, പുറത്തുവന്ന് അവൻ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാവരും ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊപ്പം വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവന് പ്രതിവദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾക്ക് അറിയുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യുഗ അന്ത്യത്തെക്കുറിച്ചുള്ള ആത്മീയത ധ്യാനിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്നതാണ്. ഒരുങ്ങിയിരിക്കുക, ഒരുക്കമുള്ളവരായിരിക്കുക, ഒപ്പം വിവേകം കാട്ടുക. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളിൽ മതിമറന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് സഹോദരങ്ങളെ വെറുത്ത് നിത്യതയെ മറന്ന് ജീവിച്ചാൽ അത് ഒരു ദുരന്ത അനുഭവമായി മാറും. നിത്യതയെക്കുറിച്ചുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഉപമ. 10 കന്യകമാരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകരഹിതരും ആയിരുന്നു. വിവേകത്തോടുകൂടി ആയിരുന്നവർ തങ്ങളുടെ ജീവിതത്തിന്റെ ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു. അവർ എണ്ണ കരുതിയിരുന്നു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുക. നമ്മൾ നിത്യതയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് അനുസൃതമായ സമ്പത്ത്, സൗഭാഗ്യം കരുതി വെക്കണം. ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തെ നിത്യതയിലേക്ക് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ വിളക്ക് കൊളുത്തി പ്രകാശപൂരിതരായി ആ കൃപ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാകണം. വിവേകമതികളായ വ്യക്തികളോട് വിവേകശൂന്യരായ വ്യക്തികൾ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് തരിക. അപ്പോൾ വിവേകമതികൾ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരികയാൽ നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളൂ. അതായത് ആർക്കും അവരൻ്റെ ആത്മീയതയിൽ, മറ്റുള്ളവന്റെ പ്രകാശത്തിൽ അധിക ദൂരം യാത്ര ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൽ, വെളിച്ചത്തിൽ, ആത്മീയതയിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാനും നിത്യത സ്വന്തമാക്കുവാനും കഴിയൂ. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പുണ്യമായി ജീവിക്കുന്നു എന്ന് കരുതി നമ്മൾ നിത്യത സ്വന്തമാക്കണമെന്നില്ല. നാം നിത്യത സ്വന്തമാക്കണമെങ്കിൽ നാം തന്നെ അധ്വാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കാരുണ്യത്തിന്റെ, വിശുദ്ധിയുടെ, നന്മയുടെ എണ്ണയുണ്ടാകണം. നാം ഒരുക്കമുള്ളവരായി, ജാഗരൂകരായി ഇരിക്കുമ്പോൾ നമുക്ക് നിത്യത സ്വന്തമാക്കാൻ സാധ്യമാകും. വലിയ നഷ്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ബോധ്യപ്പെടുന്നത്. എന്താണ് ആ നഷ്ടം? ഇത്രകാലം
ഒരുങ്ങിയിരുന്നിട്ടും ആ നിത്യകൃപ സ്വന്തമാക്കുവാൻ അവർക്ക് സാധ്യമാകാതെ പോയി. ഈ ലോകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിത്യത സ്വന്തമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വിവേകപൂർണം നമ്മൾ യാത്ര ചെയ്യുകയും നിത്യതയെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുകയും വേണം എന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു. എല്ലാം സമ്പാദിച്ച് തിരികെ വരുമ്പോൾ നമുക്ക് സ്വർഗം വീണ്ടും കിട്ടണമെന്നില്ല. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപകളെ ദൈവ മനസ്സിനനുസരിച്ച് ഉപയോഗപ്പെടുത്താതെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സമയം നമ്മൾ വീണ്ടെടുപ്പിന്റെ കൃപയുമായി വന്നാൽ സ്വർഗം സ്വന്തമാക്കാൻ കഴിയില്ല. വിവേകശൂന്യരായ കന്യകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അനർത്ഥം അതാണ്. അവർ കാത്തിരുന്നു, ഒരുക്കമുള്ളവരായിരുന്നു, എന്നാൽ നിത്യത സ്വന്തമാക്കാൻ സാധ്യമാകാത്ത വിധം അവരുടെ വിവേകശൂന്യത അവർക്ക് വലിയ നഷ്ടം സമ്പാദിച്ചു നൽകി. അവർ വീണ്ടും എണ്ണയുമായി വന്നപ്പോൾ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ദൈവം നൽകുന്ന കൃപകൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയുടെ കവാടം കടന്ന് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായി ജീവിക്കുവാനുള്ള വലിയൊരു കൃപാവരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ജാഗരൂകരാണെങ്കിൽ ആർക്കും നമ്മെ നിത്യതയുടെ കവാടം തടയാൻ സാധ്യമല്ല. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.